ഹായ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നല്ലൊരു വാർത്ത പറയാം. നമ്മുടെ രാഹുൽ മാങ്കൂളത്തിൽ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുന്നു എന്ന ഞെട്ടിക്കുന്നൊരു വീഡിയോ ദൃശ്യം. അതായത് ഒരു ചർച്ചയിൽ നമ്മുടെ രാഹുലിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാരനല്ലെങ്കിൽ, രാഹുൽ മാങ്കൂളത്തിനെ കോൺഗ്രസിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ രാഹുലിന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രതികരിക്കും? അപ്പോൾ രസകരമായിട്ടുള്ള നമ്മുടെ രാഹുലിന് വേണ്ടി അത്രയും വാദിക്കുന്ന ഒരു ചർച്ചയുടെ ഒരു ക്ലിപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് പാമ്പ് കയറിയിട്ടുണ്ട്. വലിയ പ്രശ്നം. അതായത് എല്ലാവരും പേടിച്ച് വിറച്ചു എന്നാണ് കേട്ടത്. അതിനുശേഷം എന്തായി അത് ഞാൻ പറഞ്ഞുതരാം പൊന്നുമനുഷ്യന്മാരെ. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അവിടുത്തെ പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറായ യദുവിനെ ചവിട്ടി പുറത്താക്കുകയാണ്. അതായത് ആ ഒരു കാര്യം ഞാൻ അവതരിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ആ യദുവിന് നല്ലൊരു ജോലി നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് നല്ലൊരു ജോലി കൊടുക്കുകയാണ്. എന്താണ് ആ ജോലി? അത് ഞാൻ പറഞ്ഞുതരാം പൊന്നുമനുഷ്യന്മാരെ. അതിനുശേഷം സങ്കടമേറിയ ഒരു വാർത്തയുണ്ട്. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രേണു സുധിക്ക് ക്യാൻസറാണ്. പൊന്നുമനുഷ്യന്മാരെ, അവർ തന്നെ സമ്മതിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മൾ ഓരോരുത്തരും രേണുവിനെ സഹായിക്കണം. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പാവപ്പെട്ട നിങ്ങളുടെ കയ്യിൽ 1 രൂപയാണെങ്കിൽ, ഗൂഗിൾ പേയിൽ 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ആ പാവത്തിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇന്നല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ആ പാവത്തിൻ്റെ സ്കാനറും കാര്യങ്ങളെല്ലാം ഒപ്പിച്ചിട്ട്. കാരണം അവരെ കുറേ പേര് വിമർശിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ചെയ്യുന്ന തെറ്റ്, നിങ്ങൾ ഈ ഡ്രസ്സ് ധരിക്കുന്ന തെറ്റെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ രേണുവിന് ഒരു അപകടം, വലിയൊരു ക്യാൻസർ വന്നപ്പോൾ നമ്മളാണ് അവരെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് സഹകരിക്കണം. അവർ പറയുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചു തരാം. ഓക്കെ, നമുക്കപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. അതിനുശേഷം ഒരു ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന MR തൊപ്പിക്കെതിരെ കേസായത് പോലീസിനോട് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. അതൊക്കെ വെച്ച് തരാം. ആദ്യം നമുക്ക് യദുവിനെ നോക്കൂ. നിങ്ങൾ നമ്മുടെ യദുവിനെ മാസ് കാണിച്ച് അവിടുത്തെ ആര്യ രാജേന്ദ്രൻ വിചാരിച്ച ഞാൻ തന്നെയാണ് എല്ലാം, ഇവിടുത്തെ മുഖ്യമന്ത്രി ഞാനാണ്, പ്രധാനമന്ത്രി ഞാനാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ തന്നെയാണ് എന്ന് അധികാരത്തിൻ്റെ അഹങ്കാരത്തിലാണ് ഈ പാവം ചെറുപ്പക്കാരൻ്റെ ജോലി ആര്യ രാജേന്ദ്രൻ ഇല്ലാതാക്കിയത്. എന്നാൽ ആര്യ രാജേന്ദ്രൻ തോറ്റു പണ്ടാരണിങ്ങിയതോടുകൂടി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ അന്ന് തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണെങ്കിൽ ഇതിന് നല്ലൊരു പണി കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷെ അവർ വാക്ക് പാലിച്ചു. നോക്കൂ, ഇതാണ് വേണ്ടത്. ഓക്കെ പൊന്നുമനുഷ്യന്മാരെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പാമ്പ് പോയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നോക്കൂ, നിങ്ങൾ ആ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു പോസ്റ്റാണ്. മുഖ്യമന്ത്രി VD സതീശൻ്റെ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി, ബഹളമുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ മക്കളൊക്കെ എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആ സമയത്ത് തന്നെ അതിനെ പിടികൂടി എന്നാണ്. പാമ്പിനെന്ത് മുഖ്യമന്ത്രി, എന്ത് ഇതല്ലേ. ഓക്കെ പൊന്നു ബാക്കി വിഷയത്തിലേക്ക് അടക്കം ഒരു കാര്യം പറയാം. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും VD സതീശൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം പൊന്നു നമുക്ക് രേണുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ട് രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിലേക്ക് അടക്കാം. ചേച്ചി, ശരിക്കും ഈ ഒരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും സത്യമാവല്ലേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂ എടുക്കുമ്പോഴും കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ചേച്ചി അങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ചേച്ചി എപ്പോഴും ഒരു അനിയത്തിയുടെ സ്ഥാനം, അനിയത്തി ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് വാരി തന്നിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അത്രയും സ്നേഹത്തോടെ മാത്രമായിരിക്കും ചേച്ചി എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്ന് പോലും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കണ്ടന്റിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു, ആ ഒരു കാര്യം കഴിയുന്നു, അപ്പോഴും പഴയ പോലെ സ്നേഹം നിൽക്കുന്നു. പക്ഷേ ഈ ഒരു ഗോസിപ്പ് കേട്ടപ്പോൾ പോലും അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ, ഒരു മനുഷ്യനും അങ്ങനൊന്നും വരല്ലേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, അതും ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ അങ്ങനെ കേട്ടപ്പോൾ സത്യം. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനും എന്നാ ഒരിക്കലും ഇത് സത്യമാകരുതേ എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ വളരെ വളരെ സങ്കടമേറിയ വാർത്തയാണ് പൊന്നുമനുഷ്യന്മാരെ. അതായത് സത്യം പറഞ്ഞാൽ ഈ വാർത്ത പ്രചരിക്കുമ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ രേണു സുധിക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ ദൈവമേ അത് സത്യമാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ് പാവത്തിന്. അതായത് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഇവർ
അതായത് ഈ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ആൽബത്തിൽ അഭിനയിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാർ, ഞാനൊരു ആൽബം, അതായത് ഒരു ആൽബത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു പക്ഷേ എന്നോട് പറയും നീ അർദ്ധ ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ധരിക്കണം, അങ്ങനെ ധരിക്കണം. അവർക്ക് വേണ്ടത് രേണു സുധീനെ കുറിച്ചിട്ട് റിച്ചാണ്, അവർക്ക് പൈസ വേണമെങ്കിൽ, ജീവിക്കാൻ പൈസ വേണം. മറ്റേ ഈ ആൽബം റെഡിയാക്കുന്നവർ പൈസ കൊടുക്കണമെങ്കിൽ അവർ പറയുന്നത് പോലെ കേൾക്കണം. ഓക്കെ, അതിൻ്റെ വേഷത്തിലാണ് അവർ പാവം ഈ കള്ളു കുടിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന രീതിയിലും അവർ അന്ന് അങ്ങനെ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിലെല്ലാവരോടും, അതായത് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി പൊന്നാര പ്രേക്ഷകരോട് പറയാനുള്ളത്, പൊന്നു പ്രേക്ഷകരെ, നമ്മൾ രേണു സുധിക്ക് വേണ്ടിയിട്ട് സഹകരിക്കണം. പാവം ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ പറ്റുന്നത് നിങ്ങൾ സഹകരിക്കണം. ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്കാനറും കാര്യങ്ങളൊക്കെ, ഇവരുടെ തന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. എത്രയാണ് ചിലവാകുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ആരും കൈവിടരുത് എന്ന് പൊന്നാര പ്രേക്ഷകരോട് പറയുകയാണ്. 1 രൂപയെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ പൊന്നു മനുഷ്യന്മാർ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കുറേ പ്രേക്ഷകർ അയച്ചു തന്ന ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ കേൾക്കണം. അതായത് MR തൊപ്പി. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ കുറേ പൊന്നു മനുഷ്യൻ്റെ വായിൽ വരുന്നതാണ്, ആരും കമൻറ്റ് അങ്ങനെ പറയല്ലേ. പിന്നെ എന്ത് പറഞ്ഞാലില്ലേ, നമ്മുടെ നല്ല ഈ തൊപ്പി അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ലഹരിയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്ന വാർത്ത. അതാണെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ തൊപ്പി പറയുന്നത് എൻ്റെ ഒപ്പമുള്ളവർ, മമ്മുനെ പോലുള്ളവർ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് തൊപ്പി പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്നിരുന്നാലും പോലീസും പരാതി കൊടുത്തവനും സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, നടക്കുന്നുണ്ട്. അതായത് നിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഇതുപോലെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് ലൈവ് സ്ട്രീമിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പൊ ഇവരെ ഫോളോ ചെയ്യുന്ന കുറെ പിള്ളേരുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഓരോരുത്തരൊക്കെ നടക്കുന്നത്. അപ്പം ഇതുപോലൊരു ആക്ഷൻ വന്നിട്ടില്ല എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഫ്രീഡം പോലെയാണ്. ഇതുവരെയായിട്ട് എത്ര സാറ് പറഞ്ഞ ഈ വിഷയം അടിയന്തരമായിട്ട് എന്റെ നടപടി എടുക്കുന്നതായിരിക്കും. വീഡിയോ ഒന്നല്ലേ തൊപ്പി കറക്റ്റ് ആയിട്ട് കഞ്ചാവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ അവരുടെ അലമാരിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ് ഹൗസ്, ആ ഹൗസിൽ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാര് അത്ര ഒരു ഫ്രീഡം ആണ്. പോലീസ് ഇത്രയും വലിയ വീഡിയോ റൺ ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഒരു ആക്ഷൻ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇത് തന്നെയാണ് വരുന്നത്. കൊടുക്കാം. ഓക്കെ, ഞാൻ കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, അതായത് നിങ്ങൾ ഇന്ന് ഓപ്പറേഷൻ തുഫാനിന്റെ ഭാഗമായിട്ട് അവർ തരുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അതായത് ഒരു സ്ഥലത്ത് 10 ഗ്രാം MDMA ഉണ്ട്, ഇത്ര കിലോ കഞ്ചാവ് ഉണ്ട് എന്ന് നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഓപ്പറേഷൻ തുഫാൻ ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ ഓടിയെത്തുന്നു എന്നാണ്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ 2 or 3 റിംഗിന് ഫോൺ എടുക്കുന്നു എന്നാണ്. ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ മറ്റേ തുഫാനെ പോലെ, ഞാൻ ആദ്യം സിന്ദൂർ എന്ന് പറഞ്ഞതെങ്കിൽ സോറി. ഓക്കെ, ഓപ്പറേഷൻ തുഫാനെ പോലെ ഇങ്ങനെയുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു ഭരണാധികാരിയാണ് ഈ രമേശ് ചെന്നിത്തല. ബിഗ് സല്യൂട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അതാദ്യം കേട്ട് നോക്കാം, അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശുദ്ധാത്മാവാണോ? ബേസിലിനോടാണ് ആ ചോദ്യം. യെസ്, നന്ദു പ്ലീസ്. എല്ലാം ഇത് കാണുന്നുണ്ട്, അവർക്കെല്ലാം അതേ ചോദ്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനും ചോദിക്കാൻ വന്നത് അങ്ങനെയാണ്. അനിൽ നമ്പ്യാർക്കും നന്ദിനും പോലും സംസാരിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന ഒരാൾ. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് ഈ പറയുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ അഭിമുഖീകരിച്ചുകൊണ്ട് ഇലക്ഷൻ മത്സരിച്ച് അന്തസ്സോടെ 14 ജില്ലകളിലും ഇലക്ഷൻ നടന്നുകൊണ്ട് 14 ജില്ലാ കമ്മിറ്റിയുടെ ഇലക്ഷൻ നടന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും KSUവിലുമുള്ള എല്ലാ ചെറുപ്പക്കാരും കൂടി ചേർന്നുകൊണ്ട് 18 വയസ്സ് പൂർത്തിയായ 35 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്ത് അതിന്റെ ഭൂരിപക്ഷ വോട്ടുകൾ നേടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ വന്നപ്പോഴേ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഇരിക്കുന്ന പദവി, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന പദവി അദ്ദേഹം സ്വമേധയാ രാജിവെച്ചു. ഞങ്ങളല്ലാതെ നിങ്ങളെ പോലെ കണ്ട തേർഡേറ്റ് മണ്ണടിക്കാരൻ കുത്തുകേസിലെ പ്രതി ഗുണ്ട അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോ മോങ്ങി വൈകിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നുണ്ട്. ഞാൻ മോങ്ങണ പരിപാടിയല്ല ഞങ്ങൾ എന്താ ചെയ്തേ? രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. അന്വേഷണത്തെ നേരിട്ടു രാഹുൽ മാങ്കൂട്ടം.
രാഹുൽ ഓക്കെ, ഇത് ഇന്നാണ് എനിക്കൊരു റീൽസ് നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുലിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ സംസാരിക്കാൻ തുടങ്ങിയെന്ന നല്ലൊരു വാർത്തയാണ് പൊന്നുമനുഷ്യന്മാരെ വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? പൊന്നുമനുഷ്യന്മാർ ഇന്ന് നല്ലൊരു മന്ത്രിയായിരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു കാര്യം പറയാം പൊന്നുമനുഷ്യന്മാരെ, നമ്മുടെ രാഹുലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും. അടുത്ത 5 വർഷം UDF സർക്കാരിൻ്റെ കാലാവധി തീർന്നിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടണം. നമ്മുടെ രാഹുൽ നിരപരാധി എന്ന് തെളിയണം. ഓക്കെ, അതായത് നമ്മുടെ രാഹുൽ കുറ്റം ചെയ്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോടതി നമ്മുടെ രാഹുലിന് ജാമ്യം കൊടുത്തത്. കോടതിയെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗോവിന്ദചാമിയെ എന്തുകൊണ്ടാണ് കോടതി ശിക്ഷിക്കുന്നത്? അദ്ദേഹം കുറ്റം ചെയ്തു, അദ്ദേഹം പീഡിപ്പിച്ചു. അതാണ്. ഇപ്പം ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അതിൻ്റെ ചെറിയൊരു അംശം കിട്ടിയാൽ എന്നെ പിടിച്ചകത്തിടും കോടതി. പക്ഷേ കോടതിക്ക് സംശയമുണ്ടെങ്കിൽ ഇതിൽ അതുണ്ട് ഇതുണ്ട് നല്ലോണം സംശയമുണ്ടെങ്കിൽ കോടതി ഉറപ്പായിട്ടും ജാമ്യം കൊടുക്കും. അതാണ് കോടതിയുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ പൊന്നുമനുഷ്യന്മാരെ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കോടതിയും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിരപരാധി എന്ന് തെളിയിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.